ஒரு பாவையானது பொன்மாலை ஒரு பாடல் பாடுது. இதை பார்க்க பார்க்க புதுமை, இசை கேட்க கேட்க இனிமை. என்ன யார்தான் வெல்வது? பூமாலை ஒரு பாவையானது. போட்டி பாட்டுன்னு சொல்லி பெருசா போஸ்டர் போட்டுங்களே, ஆளுங்க பக்கதையா இருக்குது. எங்க பால ஒரு பாவையாகுமா? பொன்மாலை ஒரு பாட்டு பாடுமா? இதை பார்க்க பார்க்க புதுமை, இதை கேட்க கேட்க கொடுமை. அட யார்தான் சொல்வது? பூமாலை ஒரு பாவையாகுமா? சாமி கூட ஆடத்தா, சத்து போட்டு போடத்தா. அம்பாள் பாடு என்ன ஆச்சு? அம்பலத்தில் நின்னே போச்சு. காலை தூக்கி நீயும் ஆடலாம், கடவுள் என்று பேராகுமா? காக்கை கூட பாட்டு பாடலாம், குயிலங்கீதம் போலாகுமா? என்னோட நீ வந்த மோதாதே, என்னோட நீ வந்த மோதாதே. உன் பப்ப இங்கேதான் வேகாதே. ஆடலில் பாடலில் வல்லவன் பாரு. பூமாலை ஒரு பாவையானது பொன்மாலை புது பாடல் பாடுது. இதை பார்க்க பார்க்க புதுமை, இசை கேட்க கேட்க கொடுமை. என்ன யார்தான் சொல்வது? பூமாலை ஒரு பாவையானது.
സ്റ്റൈലായിട്ടുണ്ട്. സൂപ്പർ. അമ്മയാ എന്താ സൂപ്പർ, അടിപൊളി. ഒരു പാവയാ എന്തിനാ ഇവന്മാരെ സെലക്ട് ചെയ്തേ? അത് ഗ്രൂമാസ സെലക്ട് ചെയ്ത. പക്ഷെ സൂപ്പർ ആയിരുന്നടാ, സൂപ്പർ. മെബു, ശ്രീഹരി, ശ്രീഹരി ആ സ്റ്റെപ്പ് ഒന്നുകൂടെ കാണിച്ചേ. അല്ല ചേച്ചി, ശ്രീഹരിയുടെ സ്റ്റെപ്പ്. ഇത് മറ്റേ ഫയർ ഡാൻസ് ഒക്കെ പോലെ അത് തന്നെ. തീയും കൂടി ഇട്ടിരുന്നെങ്കിൽ കറക്റ്റ് ആയിരുന്നു. ഓക്കെ, അപ്പൊ പാട്ട് എങ്ങനെ ഉണ്ടായി, പെർഫോമൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. ഓക്കെ ചേച്ചി. പാടിയത് അമേയാണെങ്കിലും അവിടെ ടെൻഷൻ അടിച്ച് വെള്ളം കുടിച്ചത് മെബിന്. എന്തായിരുന്നു മെബിൻ? അതെ, ഓടി വരുന്നു, വെല്ലുവിളിക്കുന്നു, ഡാൻസ് കളിക്കുന്നു. സൂപ്പർബ് സൂപ്പർ സപ്പോർട്ട്. അമേയ കലക്കി താങ്ക് യു കലക്കി. ആ ഡ്രസ്സ്, കോസ്റ്റ്യൂമും പാട്ടും ഇതൊക്കെ ഞാൻ സത്യത്തിൽ ആലോചിക്കും. ഈ റെയർ ആയിട്ടുള്ള സോങ്സ്, പക്ഷെ സാറിന്റെ പാട്ടുകളൊക്കെ വളരെ ഫേമസ് പാട്ടുകളാണ്. ഇതൊന്നും കേരളത്തില് റിയാലിറ്റി ഷോസിൽ ഞാൻ പാടി കേട്ടിട്ടേ ഇല്ല. അപ്പൊ സൂപ്പർ സ്റ്റാറിൽ ഈ കുട്ടികൾ ഇത്തരത്തിലുള്ള പാട്ടുകൾ കൊണ്ടുവരുമ്പത്തേക്ക് ഇനി ഇതെല്ലാരും ഏറ്റെടുക്കും അല്ലേ? അങ്ങനെ വേണമല്ലോ. അങ്ങനെ വേണമല്ലോ. അതെ, അസലായിട്ട് പാടി മോളും. താങ്ക് യു മാം. ലാസ്റ്റിലത്തെ സ്ഥലത്ത് മാത്രം ഒരു കൺഫ്യൂഷൻ തോന്നി. അവിടെ എന്തായിരുന്നു തക 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 തക? തരത്താര തക 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 തിമി മോൾ അതൊന്ന് പാടുവോ? മെബു ഒന്ന് സപ്പോർട്ട് ചെയ്തോ അവിടുന്ന്. 1 2 3 4. തകതു തകതാ പനി സക സനിസ തരര 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 തക തക ജണു തക ജണു താ തകതിമി തക ജണു തക തകതിമി തക ജണു തക തകതിമി 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 തരത്താര തക 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 തരത്താര തക 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 തകതിമി തരത്താര തകതിമി തക തകതിമി. ഇല്ല, മോള് എന്താ മോളെ? തെറ്റിച്ചിട്ട് എന്തിനാ ഇങ്ങോട്ട് നോക്കിയത്? ആ നിങ്ങളാണ് അത് തെറ്റിച്ചത്. അവര് കറക്റ്റ് ആയിരുന്നു. താളം കിട്ടില്ല. അത് നമ്മുടെ കയ്യിലെ കുഴപ്പമാ മോളെ. എന്തായിരുന്നു കൺഫ്യൂഷൻ? എന്തുകൊണ്ട് അങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്നത്? അത് ഓർക്കസ്ട്രയുടെ കൂടെ ആയപ്പോ ഒരു ചെറിയ കൺഫ്യൂഷൻ വന്നോ? ഡാൻസിന്റെ കൂടെ എല്ലാം കൂടെ അങ്ങ് കൺഫ്യൂഷൻ ആയി പോയി. ഒന്ന് കയ്യിന്ന് പോയി, ഒന്ന് സ്ലിപ്പായി പോയി അല്ലേ? അത് മാത്രമേ ഉള്ളൂ മോളോ. എനിക്ക് ആ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഡാൻസ് ഒക്കെ ചെയ്ത് പെർഫോം ചെയ്യുമ്പോൾ ഉള്ള, നേരത്തെയും നമ്മൾ പറഞ്ഞ പോലെ ചെറിയ ചെറിയ ശ്വാസം പോകുമ്പോൾ ഉള്ള ശ്രുതി അവിടെ ഇവിടെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ അതല്ലാതെ ഈ ലാസ്റ്റിലത്തെ കൺഫ്യൂഷൻ കൂടി ഒഴിവാക്കിയാൽ പെർഫോമൻസ് നല്ലതായിരുന്നു. ആ മഞ്ജരി, എനിക്കൊരു ഡൗട്ട് ഉണ്ട് മഞ്ജരി. ഈ കമന്റിന്റെ ഇടയ്ക്ക് ഒരു കിലുക്കം കേട്ട്, എന്താണ് സംഭവം? ശരിയാണ്, ഞാൻ ഓർക്കുമായിരുന്നു. എന്ത് പറഞ്ഞാല്? മോളെ മനസ്സിൽ ആലോചിച്ചോളൂ. മോളെ നീ പറഞ്ഞ ഇങ്ങനെ പാട്ടാണെങ്കിൽ അത് ഇതാണ് സർ. എന്തോന്നിത്? ചേച്ചി ഇതാണോ നേരത്തെ ഇത്? കിലുകിൽ പമ്പരം. ഇത് പമ്പരം. ആ എന്നാ പാട്ടങ്ങ് പാട്. പമ്പരം പിന്നിട്ട് കറക്കാം. കിലുകിൽ പമ്പരം തിരയും മാനസം കിലുകിൽ പമ്പരം തിരിയും മാനസം ഓ സൂപ്പർ. അത് വെച്ചിട്ട് ശബ്ദം സൂപ്പർ. എന്തോ ഒരു ഒച്ചയും വേണം. പക്ഷെ അതൊക്കെ അത് കൊള്ളായിരുന്നു മഞ്ജരി. നൈസ്. താങ്ക് യു സർ. അമേയ എന്താ മാം? സൂപ്പർ. താങ്ക് യു ചേച്ചി. അൽഫോൺസ് സർ, ഇത് പാർക്കാന്ന് പറഞ്ഞ പോർഷൻ അല്ലേ? ആ ഭാഗം ഒന്ന് പാടാമോ? இதை பார்க்க பார்க்க புதுமை இசை கேட்க கேட்க അവിടെ இனிமை. എനിക്ക് തോന്നുന്നു, എനിക്ക് അറിയില്ല, ഒന്ന് ചെക്ക് ചെയ്യണം. പക്ഷെ അവിടെ ഭയങ്കര കർണാട്ടിക് ആയി പോയെന്നൊരു സംശയം. അല്ല ആയിപ്പോയ അങ്ങനെ ആയത്. ആ അപ്പൊ അത് അത്രയും വേണ്ട മനെ എനിക്ക് തോന്നുന്നു. ചില ഈ പാട്ടിന്റെ ഒരു സ്റ്റൈലും മൂഡും അനുസരിച്ചിട്ട് അത് അത്രേ ഉള്ളൂ മോളെ. അതെങ്ങനെ പഠിച്ചു അങ്ങനെ? ജസ്റ്റ് ലൈക്ക് ദാറ്റ്. നോ റീസൺ. അത് അങ്ങനെയാന്ന്. ഓക്കെ. ഓക്കെ, മകൾ ഇതൊന്ന് പാടാമോ? ഇപ്പൊ പാടിയത് இதை பார்க்க பார்க்க புதுமை അത്രേ ഉള്ളൂ മോളെ. இசை
പാർക്ക പാർക്ക എന്ന് പറയുമ്പോൾ അവിടെ സ്വരം പാടേണ്ടി വരും. അപ്പൊ അത് മാത്രമേ ഉള്ളൂ മോനെ. അപ്പോ പിന്നെ അവസാനത്തെ അത് ഓൾറെഡി പറഞ്ഞല്ലോ. പിന്നെ തീർച്ചയായിട്ടും അത് ഈ ഡാൻസും പരിപാടികളുടെ ഇടയിൽ നമ്മൾ കൈവിട്ട് പോകുന്ന ചില കാര്യങ്ങളിൽ ഒരു സംഭവമായിരുന്നു അത്. പക്ഷെ നല്ലായിരുന്നു മോനെ. താങ്ക് യു സർ. ഗോഡ് ബ്ലെസ്. താങ്ക് യു സർ. ശരത് സർ. യെസ് ബോസ്. മക്കളെ എന്താ സർ? നല്ല രസമുള്ള പാട്ട്. മക്കളെ ഇത് ഇപ്പൊ അൽഫോൺസ് പറഞ്ഞില്ലേ, അൽഫോൺസ് പറഞ്ഞൊരു വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നോക്കണം മക്കളെ കേട്ടോ. പ്രധാനമായിട്ട് അത് മാത്രം കാര്യം, അതിൽ നിന്ന് മാറി നിൽക്കും മോളെ. ഓക്കെ സർ. അത് യാർദാൻ വെൽവത് എന്നെ അല്ലേ, എന്നെ യാർദാൻ വെൽവത്, അതൊക്കെ കുറച്ചും കൂടെ കാര്യം മത്സരപ്പാട്ടാ ഇത്, അറിയാമോ? രണ്ടുപേര് പാടിയതാണ് മക്കളെ ഈ വെച്ച് അലക്കിയത്. ഓ മൈ ഗോഡ്. ഫുൾ ഓക്കെ മോളെ. ഈ പൂമാല വരുന്നതിന് മുമ്പ് ഒരു വേറെ സാധനം ഉണ്ടല്ലോ, ഹേയ് കമാൻ എന്നൊക്കെ പറഞ്ഞത്, അതിന് ശേഷമുള്ള ഒന്ന് പാടാമോ? മോളെ അത് കണക്ട് ചെയ്യടാ, വഴി കൊണ്ട് വിടാതെ. അതെല്ലാം ഓക്കെ, വിട്ടേക്കാം, കുഴപ്പമില്ല. ഇത് ചേർക്കണോടാ, ആ ഒരു സൈറൻ പോലെ പാടിയിട്ടില്ലേ, അതുകൊണ്ട് എത്തിയാലേ അതിനൊരു സുഖമുള്ളൂ. അത് കൺട്രോൾ ചെയ്ത് പാടിയാൽ വേണം മോള്, കൃത്യമായിട്ട് അവിടെ എത്തണം. അവിടെ എന്നൊക്കെ പാടരുത്, അത് പതുക്കെ ഇങ്ങനെ പോണം. മനസ്സിലായോ കുഞ്ഞിന്? മനസ്സിലായി മകളെ. അതുപോലെ എൻ്റെ ഇടയ്ക്ക് വന്ന പിന്നെ ഒരു തന്നെന്നാ വരുന്നുണ്ടല്ലോ, നമ്മുടെ പാടുമ്പോൾ പൂങ്കാറ്റിന് മുമ്പ്, അത് കുറച്ചും കൂടെ നന്നാവാ അവിടെ. അതൊന്ന് പാടാമോ? ആഹാ അതിപ്പോ ഓക്കെ കേട്ടോ. അത് ആ ഗിറ്റാറും ആ വോയിസും കോമ്പിനേഷൻ രണ്ടും ഒരുപോലെ ഇരിക്കും, ഏകദേശം കേൾക്കാൻ ഈ പാട്ടിൽ ഒറിജിനൽ ഗിറ്റാറും ജാനകിയമ്മയുടെ ശബ്ദം ഒരുപോലെ ഇരിക്കും. ഇനി അടുത്തൊരു മേജർ കുഴപ്പമെന്ന് പറഞ്ഞാൽ മോളെ, ഇത് സമത്തിലല്ലടാ അവസാനത്തെ പോർഷൻ. തങ് 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 1 2 3 4 തകതക് തകതാ തകതിക തകതാ തിഗതി തകത തകത തകതാ തകതിക തകത തകത തകതാ തകതിക 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 തിഗതിക തകതിക തകതാ തകതാ തകതിക തകതാ തിഗതി തകതാ തകതിക തകതിക തകതാ തകതിക തകതിക തകതാ. ഹേയ്, അതല്ലേ വരേണ്ടത്. മൊത്തം കണക്റ്റഡ് ആണ്, സമത്തിലെ അല്ലത്. 1 2 ചക്ക മൈക്കറ 1 2 3 4 അവിടെ അല്ലടാ, അപ്പൊ നീ തെറ്റി. എടാ അതല്ല അതിൻ്റെ ഒരു ഗ്രിപ്പ്. ഈ പാട്ട് തങ് 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 തകത തകത എന്നേ തുടങ്ങാം. തകത തകത എന്ന് പറഞ്ഞാൽ അതിന്റെ ഗ്രിപ്പ് മുഴുവൻ പോയി. ബ്യൂട്ടി, അതിന്റെ ബ്യൂട്ടി അങ്ങ് പോകും, ആ ക്രാഫ്റ്റിന്റെ ബ്യൂട്ടി അങ്ങ് പോകും. ഒന്ന് കൃത്യമായിട്ട് പാടാം മക്കളുടെ രണ്ടും കൂടെ. 1 2 3 4 ഇതൊക്കെ പഠിക്കണ്ടേ പ്രധാനമായിട്ട്. ഇതൊക്കെ അല്ല അതിന്റെ ഒരു ഗ്രിപ്പ്. അപ്പൊ മക്കളെ അത്രേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ ശരിയായിക്കോളണോടാ. ഇതൊക്കെ നല്ല ഉഗ്രം പാട്ടുകാരല്ലേ നിങ്ങൾ ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ കൃത്യമാകുമ്പോൾ അത് ഒരു ഗും കാണും കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഞാനിത് സർ ഇത് പറഞ്ഞപ്പോള് അജന്ത എന്ന് പറഞ്ഞൊരു പടം രാജാ സാറിന്റെ 4 ഭാഷകളിലാണ് അത് എടുത്തത്. അപ്പൊ അതില് ഇതേ പാറ്റേണിൽ ഒരു പാട്ട്, അത് ഞാൻ അതിന്റെ തമിഴാണ് ഞാൻ പാടിയത്. ഏകദേശം സിമിലർ പാറ്റേണില് കേൾക്കാം.
അതില് ലാസ്റ്റ് അത് പല രീതിയിലാണ് വെച്ചാൽ അദ്ദേഹത്തിന്റെ ആ ഒരു ബ്രില്യൻസ് ഇതുപോലെ ഒരു പാറ്റേൺ വന്ന് കഴിഞ്ഞിട്ട് പിന്നെ പഴയ സുശീലാമ്മയുടെ ഒരു സിംഗിങ്ങില്ലേ അതുപോലത്തെ ഒരു മെലഡി വന്ന് പിന്നെ ജതി വന്ന് സ്വരം പാടി ഫിനിഷ് ചെയ്യുന്ന ഒരു പാട്ട്. അപ്പൊ അത് ഭയങ്കര ക്രിയേഷൻ ആണ് അദ്ദേഹത്തിന്റെ ആ ഒരു പാട്ട്. ഇതിപ്പോ കേട്ടപ്പോ എനിക്ക് അതാണ് ഓർമ്മ വന്നത്. മഞ്ജരി അത് കുറച്ച് പാട്. ഇതൊക്കെ ഇത്ര പറഞ്ഞ ഓർമ്മ വന്നാ പിന്നെ പാടണം അല്ലേ സെയിം വായിച്ചാൽ മതി, ഇത് തന്നെ വായിച്ചാൽ. അതെ. இதோ ஓர் ஓர் இளைஞன் இளைஞன் புதிதாய் ஓர் ஓர் ரசிகன் ரசிகன் இதோ ஓர் ஓர் இளைஞன் இளைஞன் புதிதாய் ஓர் ஓர் ரசிகன் ரசிகன் வயசுக்கு தான் அவன் வந்து விட்டான் காதல் சொல்லி காதை கடித்தானே இதோ ஓர் ஓர் இளைஞன் இளைஞன் புதிதாய் ஓர் ஓர் ரசிகன் ரசிகன் இதோ ஓர் ஓர் இளைஞன் இளைஞன் புதிதாய் ஓர் ஓர் ரசிகன் ரசிகன் வயசுக்குத்தான் அவன் வந்து விட்டான் காதல் சொல்லி காதை கடித்தானே இதோ ஓர் ஓர் இளைஞன் இளைஞன் புதிதாய் ஓர் ஓர் ரசிகன் ரசிகன். താങ്ക് യു ടു രാജ സർ. സൂപ്പർ, നല്ലൊരു ഓർമ്മയായിരുന്നു ചേച്ചി. അതെ അതെ. എന്തായിരുന്നു അവിടെ? ഇവൻ വന്ന് വിട്ടാൻ. ഒന്നുകൂടെ കാണിച്ച നിങ്ങൾ അത് റിപ്പീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആദ്യേ ഇങ്ങനെ ഇങ്ങനെ എന്നിട്ട് ഒരുമിച്ച് ഇങ്ങനെ അവസാനം എല്ലാം ദേഷ്യം. സൂപ്പർ. അപ്പൊ എന്തായാലും നമുക്കിനി മാർക്സ് ചോദിക്കാം. ഓക്കെ ചേച്ചി. അമ്മയക്കുട്ടി, എന്താ മാം? അപ്പൊ ഇന്നത്തെ ഈ പെർഫോമൻസിന് 8.2. താങ്ക് യു മാം. ശരത് സർ. അപ്പൊ മക്കളെ ശക്കരെ പഞ്ചാരെ എന്താ ഞാൻ സാർ? ഇപ്രാവശ്യം മക്കൾക്ക് 8.2. താങ്ക് യു സാർ. അൽഫോൻസ് സർ. ഓക്കെ, സോ ടോട്ടൽ 16.4.